കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ച ഇടത്തു നിന്നും നമുക്ക് ഇന്നത്തെ പഠനം ആരംഭിക്കാം. 17-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുകയല്ല, ജേർണി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ യാത്രയിൽ നമുക്ക് ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ കഴിയുന്ന ഗൗരവമായ പല കാര്യങ്ങളും അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ വിശ്വാസ പുരുഷന്മാരിലൂടെ നാം, അല്ലെങ്കിൽ പിതാക്കന്മാരിലൂടെ, അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ നാം പാഠമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിൽ ഏറ്റവും അധികം നമ്മൾ സമയം ചെലവിടേണ്ടത് അബ്രഹാം എന്ന നമ്മുടെ പിതാവിനോടൊപ്പം തന്നെയാണ്. അബ്രഹാമിൽ, ഇസ്ഹാക്കിന്, യാക്കോബിന് പഠിക്കാനുണ്ടെങ്കിലും അബ്രഹാമിൽ നിന്ന് കുറച്ച് ഏറെ കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. കാരണം അബ്രഹാമും ദൈവം തമ്മിലുള്ള ആ ബന്ധം മറ്റു രണ്ടുപേരെക്കാൾ അല്പം കൂടെ കൂടുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ദൈവം തന്നെ തന്റെ സ്നേഹിതൻ എന്ന് അഡ്രസ് ചെയ്യാൻ കാരണമായത്. അപ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും. അപ്പനോടും അമ്മയോടും പറയാത്തതും, ഭാര്യയോടും ഭർത്താവിനോടും പറയാത്തതും, ചേട്ടനോടും അനിയനോടും പറയാത്തതും ഒരു ഫ്രണ്ടിനോട് തുറന്ന് പറയും. അത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത്രമേൽ നമ്മൾ ആ നില ചിന്തിക്കുന്നില്ലെങ്കിലും അബ്രഹാമും ദൈവം തമ്മിലുള്ള ബന്ധം വെച്ച് അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അബ്രഹാമിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ സന്തോഷം മുഴുവൻ അതെല്ലാം വിളിച്ചു പറഞ്ഞ് നടന്നില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. നമ്മളോട് പറയണ്ട, ഓങ്ങിയാൽ മതി, നമ്മൾ 3 പേജിന്റെ പുസ്തകം അന്നേരം തന്നെ ഇറക്കും. അതാണ് നമ്മുടെ രീതി. അബ്രഹാമിനോട് എന്തെല്ലാം കാര്യം പറഞ്ഞു, പക്ഷെ അബ്രഹാം ഒന്നും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിനേക്കാൾ രസം. പോട്ടെ, നമ്മുടെ ആത്മീക വർധന ഉതകുന്ന കാര്യങ്ങൾ മാത്രമേ പരിശുദ്ധാത്മാവ് ഈ തിരുവഴുത്ത് നമുക്ക് നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ റൂട്ടിൽ കൂടെ ഒന്ന് ഓടിച്ചു പോകാം എന്നുള്ള ചിന്തയിലാണ് നമ്മുടെ പഠനം ആരംഭിച്ചത്. 17-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചു, അബ്രഹാമും ദൈവം തമ്മിൽ നടത്തിയ ഉടമ്പടിയുടെ ഒരു പുറമെയുള്ള മറ്റൊരു പ്രകടനം എന്നവണ്ണം അബ്രഹാമിന്റെ പേര് ദൈവം വലുതാക്കുന്നു. ഒപ്പം അബ്രഹാമും സന്താന പരമ്പരകളും എല്ലാം പരിച്ഛേദനയേറ്റ്, അല്ലെങ്കിൽ തന്നോട് കൂടെ ഉള്ളവരെല്ലാം സന്തത സഹചാരികളൊക്കെ പരിച്ഛേദനയേറ്റ് ദൈവത്തോട് ചേരുന്ന രംഗം നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഈ ലോകവുമായി ബന്ധം പുലർത്താത്ത, ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞ ജഡീക ഇച്ഛകൾക്ക്, ലോകത്തിന്റെ ഇച്ഛകൾക്ക് ശരീരത്തെ വിട്ടുകൊടുക്കാതെ വണ്ണം. ക്ലിയർ ആവുന്നുണ്ടോ? ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. ജഡീക ഇച്ഛകൾക്കും ലോകത്തിന്റെ ഇച്ഛകൾക്കും തന്റെ ശരീരത്തെ വിട്ടുകൊടുക്കാതെ ക്രിസ്തുയേശുവിന്റെ ചൂടടയാളം ശരീരത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന് പൗലോസ് ഓർപ്പിക്കുന്നത് പോലെ ലോകവുമായുള്ള പറ്റുമാനവും ലോകസ്നേഹം ദൈവത്തിന് വെറുപ്പാകുന്നു എന്നുള്ള ആത്മീക അന്തസത്തയൊക്കെ അബ്രഹാമും ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതിൽ ഞാൻ ഒട്ടും സംശയിക്കുന്നില്ല. എനിക്ക് ആ കാര്യത്തിൽ 100% വിശ്വാസമാണ്. അങ്ങനെ ലോകവുമായുള്ള പറ്റുമാനം എന്നേക്കുമായി കട്ട് ഓഫ് ചെയ്ത് സർക്കംസിഷൻ ഏറ്റെടുത്ത് ദൈവിക പദ്ധതിക്ക് വേണ്ടി നിലകൊള്ളുന്ന അബ്രഹാമിനെ നമ്മൾ കാണും. അബ്രാം എന്ന പേര് അബ്രഹാം എന്ന് ദൈവമാക്കി മാറ്റുന്ന കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇനിയുള്ള കാര്യങ്ങൾ എന്നെ വളരെ ശ്രദ്ധിക്കണേ. അബ്രാം എന്ന പേര് ദൈവം അബ്രഹാം എന്നാക്കാൻ എന്താണ് കാരണം? വളരെ ശ്രദ്ധിക്കണം. അബ്രാം എന്ന പേര് ദൈവം നമ്പർ അബ്രഹാം എന്നാക്കി. എന്തുകൊണ്ടാണ് അബ്രഹാം എന്ന പേര് അബ്രഹാം എന്നാക്കാൻ കാരണം? അബ്രാം എന്ന വാക്കിന്റെ അർത്ഥം അബ് റാം, 2 പദങ്ങൾ. അബ് അല്ലെങ്കിൽ അബ്ബ എന്ന വാക്കിന്റെ അർത്ഥം ഫാദർ. റാം എന്ന ഹീബ്രു പദത്തിന്റെ അർത്ഥം ഗ്രേറ്റ്, വലിയ, ഉന്നതമായ എന്നാണ്. അബ്രാം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഫാദർ. മനസ്സിലായോ? അബ് റാം, അബ്ബ എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ കാണുന്നില്ലേ? ഹീബ്രുവിൽ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ പറഞ്ഞത്. അബ് റാം, ഗ്രേറ്റ് ഫാദർ, വലിയ ശ്രേഷ്ഠനായ പിതാവ്. അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിൽ അബ്രഹാം കയറി ചോദിച്ചത്, ഗ്രേറ്റ് ഫാദറിന്റെ പേരുണ്ടെങ്കിലും പിള്ളേരില്ലല്ലോ ചോദിച്ചതിന്റെ കാര്യം അതാ.
മനസ്സിലായോ? ഈ പേര് പോലെ കാര്യങ്ങൾ അങ്ങോട്ട് പ്രവൃത്തി വരുന്നില്ലല്ലോ. അതാണ് അബ്രഹാമിനെ ചോടിപ്പിച്ചത്. നമുക്കും ഒരു പേരുണ്ട്, പക്ഷെ അത് ഒക്കാതെ വരുമ്പോ എപ്പോഴെങ്കിലും നമുക്കൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? നമുക്ക് ഒരുപാട് പേരുണ്ട്. ഞാൻ എല്ലാ പേരും ഒറ്റ പേര് പറയാം. നമുക്കൊരു പേരുണ്ട്, വിശ്വാസി എന്ന്. ഭൂമിയിൽ ഇല്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ. നമ്മുടെ പേര് വിശ്വാസി എന്നാണെങ്കിൽ നമുക്ക് ഇല്ലാത്ത സാധനം അത് തന്നെയാണ്. സത്യമല്ലേ ഞാൻ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളെ അടച്ചാക്ഷേപിച്ചു. നോ, ആ സെൻസ് നിങ്ങൾ എടുക്കരുത്. ഈ പല സന്ദർഭങ്ങളും നമ്മൾ മനുഷ്യനല്ലേ സംഭവിച്ചു പോകാം, അല്ലേ? ഞാൻ രണ്ടും പറയണമല്ലോ. നമ്മൾ ജഡത്തിൽ ജീവിക്കുക, ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്ഷീണിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ അവിടെയൊക്കെയാണ് ഈ കൃപ വർദ്ധിച്ചു വരുന്നത്. എന്റെ ശക്തി, എന്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പൗലോസ് ഓർപ്പിച്ചതുപോലെ, പൗലോസിനെ കർത്താവ് ഓർപ്പിച്ചതും പൗലോസ് തിരികെ അതിന് മറുപടി എന്നുള്ള പറഞ്ഞ വാക്ക് നമുക്ക് നന്നായിട്ടറിയാം. ഞാൻ അവിടെ നിൽക്കാതെ മുന്നോട്ട് നീങ്ങുന്നു. നോക്കണേ. അപ്പോൾ ഗ്രേറ്റ് ഫാദർ എന്ന പേര് തനിക്കുണ്ടെങ്കിലും തലമുറ ഇല്ലാതെ വന്നപ്പോഴാണ് അബ്രഹാം നീ ഇങ്ങനെ പറയുന്നല്ലാതെ എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല, ഞാൻ എന്തൊന്നിനല്ല ഇത് അറിയും എന്നൊക്കെ ചോദിക്കാൻ കാരണം. അത് ഞാൻ വിശദമാക്കിയിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിയുന്നില്ല. ഞാൻ മുന്നോട്ട് നീങ്ങുക. 17-ാം അധ്യായത്തിൽ വീണ്ടും നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കുക എന്ന് തുടങ്ങിയ ഭാഗം പറഞ്ഞു വന്നപ്പോൾ തമ്പുരാൻ ഉറച്ചു പറഞ്ഞ് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, ശ്രേഷ്ഠനാകും എന്നൊക്കെ പറഞ്ഞു. നിന്നുള്ള ഉടമ്പടി ഞാൻ നിവർത്തിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി മുതൽ നിന്റെ പേര് അബ്രാം എന്നല്ല അബ്രഹാം എന്നായിരിക്കും എന്ന് പറഞ്ഞു. അബ്രഹാം. ഇപ്പൊ അബ്രാം എന്നുള്ള അബ്രാമിന്റെ അവസാനം വന്നപ്പോ ഒരു ഹായും കൂടെ ചേർന്നു, അല്ലേ? അബ്രാം അതിനകത്തുണ്ട്. അതിന് തൊട്ട് മുമ്പിൽ ഹ എന്ന അക്ഷരം കൂടെ ഇപ്പൊ ചേർന്നു, അബ്രഹാം എന്നായി. നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞേ. ഞാൻ പറഞ്ഞ നന്നായിട്ട് ശ്രദ്ധിച്ച് ഗ്രഹിക്കണം. അതെന്താണ് ദൈവം അവിടെ ചെയ്തത്? ലിസൺ മീ കെയർഫുള്ളി. ആ ഹ എന്ന ശബ്ദം എന്തുകൊണ്ട് അബ്രാമിന്റെ പേരിന്റെ കൂടെ ദൈവം ആഡ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണേ. മറക്കരുത്. 17-ാം അധ്യായത്തിൽ തമ്പുരാൻ പറഞ്ഞു, നിന്നോടുള്ള ഉടമ്പടി, ആ ഉടമ്പടിയിൽ നമുക്ക് തമ്മിൽ ഉടമ്പടി കൊണ്ട് മറക്കരുത്, ഞാൻ നിവർത്തിക്കും എന്ന് ദൈവം പറഞ്ഞിട്ട് 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ആ 17-ാം അധ്യായത്തിന്റെ കൺക്ലൂഷൻ പറഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് വരാൻ. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചേ, അബ്രാം എന്ന പേരിന്റെ കൂടെ ഹ എന്ന നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ഒരു ഹ തന്നെ ഒരു അക്ഷരം ദൈവം ആഡ് ചെയ്തു. വായ്, എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു? വളരെ ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ കാര്യങ്ങളൊക്കെ സാവധാനം ശ്രദ്ധിച്ച് ഗ്രഹിച്ചെങ്കിൽ മാത്രം അതിന്റെ ആഴം നമുക്ക് പിടികിട്ടും. കൈയടിച്ചും ബഹളം വെച്ചും പോയാൽ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം മനസ്സിലാകുകയല്ല. പുള്ളി ഒന്ന് കുറെ ഹാ ഹൂ എന്ന് പറഞ്ഞെന്നുള്ളതില്ല, ഞാൻ കൊന്നു പിടികിട്ടിരുന്ന് പറയും. അതിനെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഞാൻ വളരെ സാവധാനത്തിൽ പറയാം എന്ന് ഞാൻ ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഈ ഹ എന്ന ശബ്ദത്തിന്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ അവരിവരും പറഞ്ഞു കേട്ട് അതിന്റെ പുറകെ ദയവായി നിങ്ങൾ പോകരുത്. കറക്റ്റ് ഇതിന്റെ റൂട്ട് എന്താണോ അതുവഴി പോകുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. അതുകൊണ്ട് വേറെ ആരും പ്രസംഗമോ ക്ലാസ്സോ നിങ്ങൾ ശ്രദ്ധിക്കുകയോ പഠിക്കുകയോ ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ ചിന്തിക്കരുത്. കറക്റ്റ് ഈ വചനത്തിൽ കൂടെ തന്നെ പോയാൽ നമുക്ക് ആരും തിരുത്താനായിട്ടോ കൂട്ടിച്ചേർക്കാനായിട്ടോ ശ്രമിക്കേണ്ടതായിട്ട് വരികയില്ല. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് ഒരു വാക്യം വായിക്കാം. ഈ ഹ എന്തെന്നറിയണ്ടേ? ഓക്കെ, 33-ാം സങ്കീർത്തനം 6-ാമത് വാക്യം ഒന്ന് വായിക്കാമോ? 33-ാം സങ്കീർത്തനം 6-ാമത് വാക്യം. Psalms chapter 33 verse 6. Psalms chapter 33 verse 6. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ഒന്നുകൂടെ വായിക്കാമോ വാക്യം? യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. കണ്ടോ, കുവൈറ്റിൽ നിന്ന് പുസ്തകം വായിക്കാൻ റെഡി ആയിട്ടിരിക്കുക. വെരി ഗുഡ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. യഹോവയുടെ വചനത്താൽ ആകാശവും
അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ശ്രദ്ധിക്കണേ, ഈ സൃഷ്ടിപരമായ കാര്യങ്ങൾ സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ. നമ്മൾ 6000 വർഷത്തെ കണക്ക് പറയുമ്പോൾ ആണ്ട് കോടിക്കണക്കിന് വർഷത്തിന്റെ പഴക്കം തെളിവ് സഹിതമായിക്കൊണ്ട് ശാസ്ത്രജ്ഞന്മാർ വരുന്നു. ആദാം ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ 6000 ചരിത്രമേ ഉള്ളൂ. പക്ഷെ 1.5 ലക്ഷം വർഷം മുമ്പ് അതിന് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരുടെ ഫോസിലൊക്കെ കൊണ്ടുവരുന്നു. അപ്പൊ വേദവസം ശരിയാണോ, അത് ഇവര് പറയുന്നതാണോ ശരി എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നു. ദയവായി അവര് 1.5 ലക്ഷം വർഷം മുമ്പത്തെ ആളെ കണ്ടുപിടിച്ചെങ്കിൽ 100% ശരിയാണ്. കോടിക്കണക്കിന് വർഷം മുമ്പത്തെ ചരിത്രം പറഞ്ഞെങ്കിൽ അതും ശരിയാണ്. ഒന്നും തെറ്റിയിട്ടില്ല. വേദപുസ്തകം ഒരു ലെവലേശം അത്രയും പോലും തെറ്റിയിട്ടില്ല. സ്തോത്രം. നമ്മൾ പഠിച്ച് ഗ്രഹിച്ചും വന്നതിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആ പാടെ വിഷമിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് അത് ചിലരൊക്കെ അതൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ മറന്നിട്ടില്ല എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പിന്നാലെ ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്നാൽ ആവോളം വിശദമാക്കി തരാം എന്ന് ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കണേ, ദൈവ സൃഷ്ടി എന്ന് പറഞ്ഞ് ഉൽപ്പത്തി 1 തുടങ്ങുന്നില്ലേ? ശ്രദ്ധിക്കണേ, ഞാൻ അതോടൊന്ന് വിശദീകരിച്ചാൽ നമുക്ക് അബ്രഹാമിലേക്ക് വരാൻ ഒക്കത്തില്ല. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ദൈവം ഈ സൃഷ്ടി നടത്തുമ്പോൾ അത് റീക്രിയേഷൻ ആണ്, രണ്ടാമത് പുനഃസ്ഥാപിക്കുന്നതാണ് ഉൽപ്പത്തിയിൽ കാണുന്ന വിവരണം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വായിച്ച വാക്യം നിങ്ങൾ കണ്ടായിരുന്നോ? 33 സംഘത്തിന് 6-ാമത്തെ വാക്യം, യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തെയും സൃഷ്ടിക്കാൻ ഇവിടെ കിടന്ന് നമ്മൾ തലകുത്തി പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് വിട്ടുപോകട്ടെ, ഫലിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ബഹളം ഒന്നും ദൈവം കാണിച്ചില്ല. പിന്നെന്തെന്നറിയാമോ? തന്റെ വായിലെ ശ്വാസത്താൽ നാം ഈ കാണുന്ന പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ സകല ജീവജാലങ്ങളും ഉളവായി. എങ്ങനെയാ? വായിലെ ശ്വാസത്താൽ. അത് മനസ്സിലാക്കാൻ ഞാൻ സാധാരണ പറഞ്ഞൊരു കാര്യം നിങ്ങളോടും പറയാം. നിങ്ങൾ ഈ മൂക്കൊന്ന് ഞാൻ 2 വരും കൊണ്ട് നടത്തി പിടിച്ച് വെച്ചിട്ട് ശ്വാസം വിട്ടേ. എന്ത് ശബ്ദം വന്നേ? ആ ശബ്ദമല്ലേ വന്നേ? ആണോ? ആം ഐ റൈറ്റ്? അതെ, ഹ എന്ന ശബ്ദം. എനിക്കിതെല്ലാം വിട്ടു ചാടിയ കൊള്ളാൻ തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ എന്റെ കൂടെ വരാത്തതുകൊണ്ട് ഞാൻ തന്നെ ചാടിക്കുന്ന കാര്യം. അബ്രഹാം ദ ഗ്രേറ്റ് ഫാദർ, ശ്രേഷ്ഠനായ അപ്പൻ എന്ന പേരിന് അർത്ഥമുണ്ടെങ്കിലും ഒരു തലമുറ കാണാതിരിക്കുന്ന അബ്രഹാമിനോട് പറയാണ്, അബ്രഹാമേ നീ ഇനി മുതൽ അബ്രഹാം അല്ല, നിന്റെ പേര് അബ്രഹാം എന്നാകും. എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹ കൂട്ടിച്ചേർക്കാന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ മലയാളത്തിൽ പഠിച്ച ഹായിട്ടെന്നല്ല. നിന്റെ പേരിന്റെ കൂടെ ഞാൻ എന്റെ ശ്വാസം ആഡ് ചെയ്യുന്നു. ഗ്ലോറി. സ്തോത്രം. ക്ലാസ് ആണെന്നുള്ള ഞാൻ ഒരു സെക്കൻഡ് മറന്നു. 99 കഴിഞ്ഞ് 100 കയറാൻ പോകുന്ന അബ്രാമിനോടും 89 കഴിഞ്ഞ് 90 കയറാൻ പോകുന്ന സാറായോടും തമ്പുരാൻ പറയുകയാണ്, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തെ സൃഷ്ടിച്ച എന്റെ ശ്വാസം അബ്രാമേ ഞാൻ നിന്റെ പേരിന്റെ കൂടെ ഒന്ന് ചേർക്കുക. സ്തോത്രം. നിങ്ങൾ അബ്രാമിനെ നോക്കിയേ. ഇസ്ഹാക്ക് ജനിച്ചു, അപ്പുറത്ത് ഇസ്മയേലുണ്ട്. അബ്രാപ്പച്ചന് പ്രായം കൂടും തോറും പിള്ളേരുടെ എണ്ണം കൂടുന്നല്ലാതെ കൊണ്ട് കുറയുന്നില്ല. വല്ലതും മനസ്സിലായോ? അതിനൊന്നും വേറെ മീനിങ്ങിലല്ല എടുക്കേണ്ടത്. ഈ പ്രപഞ്ചത്തെ സകലത്തെ സൃഷ്ടിച്ചവന്റെ ആ സകലത്തെ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ
അബ്രഹാം എന്ന പേരിന്റെ കൂടെ തമ്പുരാൻ അങ്ങ് ഒട്ടിച്ച് ചേർത്തെന്ന. സ്തോത്രം. ക്ലാസ് ആണെങ്കിലും ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് നിർജീവമായി കിടക്കുന്ന മേഖലകളിൽ ദൈവം ഇന്ന് രാത്രി ആ ക്രിയേറ്റീവ് പവർ നാടി ചെയ്യാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? സ്റ്റോപ്പായി നിൽക്കുന്ന ഇടത്ത്, നിർജീവമായ ഇടത്ത്, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഇടത്ത്, നടക്കുകയെന്ന് ലോകം പറഞ്ഞിടത്ത്, മറ്റുള്ളവർ നിന്ദിച്ച് പുറന്തള്ളിയ സ്ഥാനത്ത് പരിശുദ്ധാത്മ പറയുക, ആ മേഖലയിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പേരിന്റെ കൂടെ ഈ ദൈവത്തിന്റെ ശ്വാസം ഒന്ന് ആഡ് ചെയ്യാൻ, ദൈവത്തിന്റെ ബ്രത്ത്, തമ്പുരാന്റെ എന്താ പറയാ, ഡിവൈൻ ബ്രീത്ത് പേരിന്റെ കൂടെ ആഡ് ചെയ്യാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ഇവിടെ ഒറ്റ കണ്ടീഷൻ, 17-ാം അധ്യായത്തിലും അതിനു മുമ്പും നടന്ന ഉടമ്പടിക്കകത്ത് നിൽക്കുന്നവരോടാണ് ദൈവത്തിന് ഈ ഇടപാടുള്ളത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? അതാ പറഞ്ഞ, യാഗം കഴിച്ച് എന്നോട് നിയമിച്ച വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. ആ ഉടമ്പടിക്കകത്ത് നിൽക്കുന്നവരുമായിട്ട് ദൈവത്തിന് ഇടപാടുള്ളത്. അല്ല, തോന്നിവാസം തന്നെ പിന്നെ നടക്കുന്നേച്ച് വന്നേച്ച് ഇപ്പൊ തന്നെ വേണം റൈറ്റിനെ ഒന്ന് പറഞ്ഞാലും കാര്യം നടക്കുകയില്ല. സ്തോത്രം. ചെണ്ടപ്പുറത്ത് കോല് വെക്കേണ്ട എല്ലാ ഇടത്തിനകത്തും പോയി തലയിട്ടേച്ചേ ഇവിടെ വന്ന് രക്തം ചെയ് ഗ്ലോറി പറഞ്ഞാൽ പ്രകടനങ്ങളും പ്രഹസനങ്ങളും കൊള്ളാം, പക്ഷെ ഇതൊന്നും അവിടെ ആക്സെപ്റ്റബിൾ അല്ല. കണ്ടോ? അങ്ങനെ പ്രമാണത്തിൽ നിൽക്കുന്ന ദൈവമായിട്ടുള്ള എന്താ പറയാ ആ ബന്ധത്തിന് ഉലച്ചു തട്ടാതെ കാത്തു സൂക്ഷിച്ച അബ്രാമിനോട് പറയാം, അബ്രാമേ, നിന്റെ പേര് ഞാൻ വലുതാക്കാൻ പോകും. വെറുതെ അക്ഷരം കൊണ്ട് വലുതാക്കുകയല്ല, മറിച്ച് എന്റെ ശ്വാസം നിന്റെ പേരിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. ഇന്ന് രാത്രി വിശ്വാസത്തിൽ ഉറയ്ക്കാൻ പറ്റുമോ? നിന്റെ പേരിന്റെ കൂടെ തമ്പുരാൻ ഇന്ന് രാത്രി തന്റെ ശ്വാസം കൂടെ ആഡ് ചെയ്താൽ നടക്കുകയല്ലെന്നും സംഭവിക്കുകയല്ലെന്നും ഉണ്ടാവുകയില്ല എന്നുമൊക്കെ പറഞ്ഞ് മാറ്റിവിട്ട പലതിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവശക്തി. സ്തോത്രം. ഞാനിതൊക്കെ ഇങ്ങനെ എന്റെ അകത്ത് ഇങ്ങനെ നന്നായിട്ട് എന്താ പറയണ്ട, എനിക്കൊരു വാക്ക് പോലും കിട്ടുന്നില്ല. അത്രയ്ക്ക് ഞാനിത് ആസ്വദിച്ചും അതിനകത്ത് കിടന്നങ്ങ് മുങ്ങിത്താണും ഒക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതൊക്കെ വേണോന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. അല്ല, മറ്റേ അണ്ണന്റെ കാര്യം കേട്ടുകൊണ്ടിരിക്കാതെ നമ്മളൊക്കെ ഒരു ഉപാസപ്രാർത്ഥന ആ അണ്ണനെ കുറിച്ച് ഒരു 10 വാക്ക് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു മനസമാധാനം ഇല്ല. എനിക്ക് അണ്ണന്റെ പേര് പറഞ്ഞ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയാൻ. നിങ്ങൾ വിചാരിക്കുക ഏത് അണ്ണന്റെ കാര്യം നമ്മുടെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടെന്ന്. ഈ ക്ലാസ്സിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല അണ്ണനെ. അണ്ണന്റെ പേര് പിശാചെന്ന്. നിങ്ങൾ ഇങ്ങനെ ഏത് അണ്ണനാന്ന് ഓർത്തുകൊണ്ടിരിക്കുക. എനിക്ക് ആ കക്ഷിയുടെ കാര്യം പറയുന്നതേ ഇഷ്ടമല്ല. എന്റെ ഒരു പ്രസംഗത്തിനകത്ത് ഒരു ശുശ്രൂഷയിലും ഞാൻ ആ അണ്ണനെ കുറിച്ച് പറയാറില്ല. കർത്താവിനെ കുറിച്ച് പറയാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെന്തിനാ ഈ ചീഞ്ഞന്റെ കാര്യം പറയുന്നത്? സ്തോത്രം. ഇതൊക്കെ അങ്ങ് ധ്യാനിക്കുന്നേ. വിശ്വാസത്തിൽ ഏറ്റെടുക്കണം. ഈ സന്ധ്യയെങ്കിൽ എന്റെ ജീവന്റെ കൂടെ, എന്റെ പ്രാണന്റെ കൂടെ, എന്റെ ക്രിസ്തുജീവിതത്തിന്റെ കൂടെ തമ്പുരാന്റെ ജീവശ്വാസം കൊണ്ട് ആഡ് ചെയ്താൽ വരാൻ പോകുന്ന മാറ്റം ചെറുതാണോ? തമ്പുരാൻ വെറുതെ പറഞ്ഞല്ല, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന്. അക്ഷരികമായി ദ ഗ്രേറ്റ് ഫാദർ എന്നുള്ളത് അത് അങ്ങനെ തന്നെ നിലനിർത്താൻ തമ്പുരാൻ ഒരു സെക്കൻഡ് മതിയായിരുന്നു. അല്ല, അവിടെ കിടന്ന് ഒന്നും ചെയ്തില്ലെന്നേ. മനസ്സിലാകുന്നോ? നമ്മൾ ഈ ദൈവത്തെ ചെറുതാക്കി കാണാതെ തമ്പുരാൻ ഇറങ്ങി വന്നോ ഇവിടെ എല്ലാം തകിടം മറിച്ച് ഏതാണ്ട് വലിയ കാര്യം ചെയ്യുമ്പോഴാ ദൈവപ്രവർത്തനം ചിന്തിക്കരുത്. ഞാനേ ഒരു ചെറിയ കാര്യം പറഞ്ഞു. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും പറയാം. ഈ നിങ്ങള് കർത്താവ് ലാസനെ ഉയർപ്പിക്കുന്ന രംഗം കണ്ടിട്ടുണ്ടോ? കണ്ടോണ്ട് ചോദിച്ചാൽ നിങ്ങൾ അന്ന് ഉണ്ടായിരുന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചു. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു വിഷ്വൽ അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനാ ചോദിച്ചു. നിങ്ങൾ ഇരിക്കുക, ഷാജി പാഷന്റെ വീട്ടിൽ ചോദിക്കുന്നത് ആ കാലത്ത് ഞങ്ങൾ ആരും ഇല്ലായിരുന്നല്ലോ, ആ അർത്ഥത്തിലും അല്ല.
അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിലും അല്ല. നിങ്ങളത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ച. ശ്രദ്ധിക്കണേ, ഈ മരിച്ചു, അടക്കം ചെയ്തു, നാറ്റം വെച്ചു, 4ാമത്തെ ദിവസം ആ കർത്താവ് അവിടെ ചെല്ലുന്നത്. ശരിയല്ലേ? 4ാമത്തെ ദിവസം ഭയങ്കര സ്മെല്ല്. കാരണം അവരുടെ അടക്കം രീതികൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. ബോഡി കൊണ്ട് ശീലകൾ ചുറ്റും അവിടെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെളുപ്പിനെ അവർ ചെല്ലും. ചെന്നിട്ട് സുഗന്ധവർഗ്ഗങ്ങൾ ഇടും. അങ്ങനെയാണ്. എന്നിട്ട് വീണ്ടും ആ കല്ലവിടെ ഉരുട്ടി വെച്ചിട്ട് പോരും. 2ാമത്തെ ദിവസവും അവന്റെ സുഗന്ധവർഗ്ഗങ്ങൾ വാട്ടി ചെല്ലും. 3 ദിവസം ചെല്ലും. 4ാമത്തെ ദിവസം 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കിന് സ്മെല്ല് എടുക്കാൻ തുടങ്ങും. പിന്നെ പോത്തില്ല. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ കല്ലറക്കെ ചെല്ലുന്നത്. അങ്ങനെയൊക്കെയാണ് ആ സിസ്റ്റം. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അതൊന്നും പറയാനിട്ടല്ല. നാറ്റം വെച്ചെന്ന് പറഞ്ഞപ്പം 3 ദിവസം പോകാതിരുന്ന കർത്താവ് 4ാമത്തെ ദിവസം ചെന്നു. അല്ലേ? നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഭാഗം. സഹോദരിമാർ ചോദിച്ചു അവനെ വെച്ചത് എവിടാൻ. സ്ഥലം കാണിച്ചു കൊടുത്തു. യേശു അവിടെ ചെന്ന് പാസ്റ്റർ ശരിക്കും ഒന്ന് കരഞ്ഞു കർത്താവ്. അല്ലേ? യേശുക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വം വെളിപ്പെട്ട രംഗമാണത്. ഒരു സഹോദരന്റെ വേർപാടിൽ മനംനൊന്ത് കരയുന്ന മറ്റൊരു ഉച്ച സ്നേഹിതൻ, സഹോദരൻ യേശുക്രിസ്തു നമുക്ക് അവിടെ കാണാം. എന്നിട്ട് ആ കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. കല്ലുരുട്ടി മാറ്റി. ഇത് കർത്താവ് വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. അല്ലേ? മരിച്ചവൻ പുറത്തു. എനിക്ക് അതങ്ങനെ എതിർത്തുള്ളതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാൻ നോക്കിയാലും, നമ്മള് പല ഈ യൂട്യൂബിനൊക്കെ അകത്താണേലും കൺവെൻഷനിലൊക്കെ ആളെ കേൾക്കുമ്പം ഈ ചില കൺവെൻഷനിലൊക്കെ ഉണ്ടല്ലോ, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ പറയുമ്പോഴത്തേന് ഈ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഒരു ഡിലേ ഞാൻ കൂട്ടി കൊടുക്കുക. അപ്പൊ ലാസറേ പുറത്തു വരിക. ഈ 2 കൈ കൊണ്ട് നെഞ്ചത്തടിച്ച് അങ്ങ് ചാകാൻ തോന്നിപ്പോ ചില സമയത്ത്. അങ്ങനല്ല ഇതിന്റെ ഇടപാട്. നിങ്ങൾക്കറിയാമോ കർത്താവ് ഇവിടെ എന്താ പറഞ്ഞത്? ശ്രദ്ധിക്കണം. ഹീബ്രു ആൽഫബറ്റിലെ 2ാമത്തെ അക്ഷരം, ആദ്യത്തെ അക്ഷരം അലഫ്, 2ാമത്തെ അക്ഷരം ബെയ്റ്റ്, അത് രണ്ടും കൂടെ ചേർന്നാണ് ആൽഫബറ്റ് എന്ന പദം ഉണ്ടായത്. അല്ല, ഇംഗ്ലീഷുകാരൻ ഉണ്ടാക്കിയതല്ല. അലഫും ബെയ്റ്റും കൂടെ ചേർന്നപ്പോഴാണ് ആൽഫബറ്റ് എന്ന പദം തന്നെ ഉണ്ടായത്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ആ ബെയ്റ്റ് എന്ന അക്ഷരം എത്ര സിലബിൾ ഉണ്ടെന്ന് അറിയാമോ? സിലബിൾ നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒന്ന് പഠിച്ചവരല്ലെന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കാനല്ല, ഇത്ര ഓർത്താൽ മതി. ആ ബെയ്റ്റ് എന്ന പദം ഉച്ചരിക്കുമ്പോൾ എത്ര ശബ്ദം വരും? ബ ഇ 3 സിലബിൾ ഉണ്ടല്ലേ? 3 സൗണ്ട് വരുന്നുണ്ട്. ഒറ്റ അക്ഷരമാണ്, ഒറ്റ അക്ഷരം. പക്ഷെ ഉച്ചരിക്കാൻ 3 ശബ്ദം കേൾക്കുന്ന ബ ഇ ബൈറ്റ് അല്ലേ? ആ അവസാനത്തെ 2 ശബ്ദം ഉച്ചരിക്കാതെ ഒരക്ഷരത്തിന്റെ ആദ്യ ഭാഗം മാത്രമേ കർത്താവ് ഉച്ചരിച്ചുള്ളൂ. കല്ലറയ്ക്ക് ഇത്രേ പറഞ്ഞുള്ളൂ, ബൈറ്റ് എന്ന് പറഞ്ഞ ഒരക്ഷരം മുഴുവനും ആകും. ഒരക്ഷരം മുഴുവൻ പറഞ്ഞില്ലെന്ന്, ഒരക്ഷരത്തിന്റെ 1/3 ഭാഗമേ കർത്താവ് ഉച്ചരിച്ചുള്ളൂ. ഇത്രേ പറഞ്ഞുള്ളൂ. ബൈറ്റ് എന്നുള്ളതിന്റെ ബ എന്ന് പറഞ്ഞപ്പോൾ മരിച്ച് നാറ്റം വെച്ച ലാസർ 4ാം ദിവസം ജീവനോടെ പുറത്തു വന്നു. എല്ലാം അന്തം വിട്ട് എന്നെ നോക്കിയിരിക്കുക. അതിനകത്ത് എന്നാണ്? അതിനകത്ത് ഇപ്പൊ എത്ര അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നല്ലേ? അതാ നിങ്ങളുടെ നോട്ടത്തിന്റെ അർത്ഥം. ഞാൻ വലിയ കാര്യത്തിൽ ഇത് പറഞ്ഞു വന്നു. ചീഞ്ഞ് നാറ്റം വെച്ച പുഴുത്ത ഒരു വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കാൻ തമ്പുരാൻ ഒരക്ഷരം മുഴുവൻ വേണ്ടെന്നാ ഞാൻ ഈ പറഞ്ഞു വന്നത്. വല്ല പിടി കിട്ടുന്നുണ്ടോ? സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്ത് ആകമാനം മാറ്റി മറിച്ച് ഒരു ദൈവപ്രവർത്തി നിനക്ക് അനുഭവിക്കാൻ ഈ 2024
ഒരുപാട് ശബ്ദമൊന്നും വേണ്ടെന്നേ. ആ തമ്പുരാൻ ഒരക്ഷരം മുഴുവൻ ഉച്ചരിക്കേണ്ടെന്നാ ഞാൻ ഈ പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? ഒരക്ഷരത്തിന്റെ മൂന്നിലൊന്ന് ശബ്ദം തമ്പുരാൻ പുറപ്പെടുവിക്കുമ്പോൾ ജീവിതം മൊത്തത്തിൽ മാറി മറിയുക. സ്തോത്രം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സീരിയസ് ആയിട്ട് വചനം പഠിക്കാതിരിക്കുന്നവരാണോ, അതോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മറ്റേ അണ്ണനെ കൂടെ കിടക്കി കയറി പറഞ്ഞ് നാളുകളായി നിന്നോട് പോരാടി വരുത്തുപോക്കും ഉണ്ടായി, പിടിച്ചു കെട്ടി, മുന്നോട്ട് പിടിക്കുന്ന പാതി കെട്ടി, ഇതൊക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ? ഞാൻ വലിയ എടുത്താ പൊങ്ങത്തെ കിൻഡിൽ കണക്കിന് വെയിറ്റുള്ള സാധനം എടുത്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഏശാത്ത പഠിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു പ്രയാസം. അവിടെ ചോദിച്ചേ. പ്രൈസ് ദി ലോർഡ്. ദയവായി ഞാൻ ഈ പറഞ്ഞ കാര്യം ഗ്രഹിക്കണേ. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ടൊന്ന് വിശ്വസിച്ചേ. ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു വാക്ക് മതി. എന്തിന്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാനായിട്ട് ശ്വാസം മതിയായിരുന്നു. നാറ്റം വെച്ച ലാസന പുറത്തു കൊണ്ടുവരുവാൻ ഒരക്ഷരത്തിന്റെ ഒരക്ഷരം മുഴുവൻ ഉച്ചരിച്ചില്ല. അറിയാമോ? നിങ്ങൾ നമ്മുടെ ദൈവത്തെ കുറിച്ച് എന്താ പ്രിയരെ ചിന്തിച്ചിരിക്കുന്നത്? നമ്മുടെ ദൈവം ആരാന്നാ നിങ്ങൾ ചിന്തിച്ചേ? മനസ്സിലാകുന്നുണ്ടോ? ആരുമായിട്ടാ നമുക്ക് ഇടപാട്? അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യൻ ആരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മരുവും മരുവിലും ശാന്തമായിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. കണ്ടോ? ഈ നമ്മുടെ അകത്തിരിക്കുന്ന കക്ഷി ആരാന്ന് അറിഞ്ഞെങ്കിലും നമുക്കൊരു ചോടിപ്പൊക്കം ഉണ്ടാവുള്ളൂ. സ്തോത്രം. ഇതൊന്നും അറിയാൻ മേലാതെ നമ്മുടെ ഉള്ള ചർച്ചയൊക്കെ അറിഞ്ഞുള്ള ഇടപാട് കാണുമ്പോഴേ ഒക്കാതെ വരും. സ്തോത്രം. ഇത്ര നല്ലവനാ പ്രിയനെ ഇതരയിൽ രുചിച്ചറിയുവാ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇത്ര ശ്രേഷ്ഠനായ കർത്താവ് എന്റെ അകത്തിരിക്കുമ്പം നിനക്ക് ചുറ്റും ആര് എന്തോന്ന് കൊണ്ട് വെച്ചെന്നാ ഈ പറഞ്ഞത്. ഞാൻ പേപ്പർ വായിച്ചപ്പോ എനിക്ക് ഒരുപാട് ചിരിയും വന്നു. പേപ്പർ ഞാൻ മടക്കി വെക്കുകയും ചെയ്തു. കേരളത്തിന്റെ കോൺഗ്രസ് KPCC പ്രസിഡന്റ് KS സുധാകരൻ താൻ തട്ടിപ്പോകാൻ വേണ്ടിയിട്ട് താൻ താമസിച്ചിടത്തും തന്റെ ഒഫീഷ്യൽ റൂമിന്റെ അവിടെ എല്ലാം കൂടോത്രം കൊണ്ടുവച്ച് പുള്ളിക്കാരൻ പറയാ, തലയുടെ രൂപം എടുക്കുമ്പോൾ എന്റെ തല പോകാഞ്ഞ ഭാഗ്യം, കാലിന്റെ രൂപം എടുക്കുമ്പോൾ കാല് പോകാഞ്ഞ ഭാഗ്യം. കണ്ടോ? KPCC പ്രസിഡന്റ് അന്ന് വിട്ട് കാര്യം വല്ലതും ഉണ്ടോ? 2-3 രൂപം കണ്ടപ്പോഴേ പുള്ളി ഈയൽ പോലെ വിറയ്ക്കാൻ തുടങ്ങി. പുള്ളിക്കാരന്റെ കണ്ണൂരിൽ സേഫ്റ്റി ഇല്ല, തിരുവനന്തപുരം താൻ താമസിക്കുന്ന പിന്നെ സേഫ്റ്റി ഇല്ലെന്നല്ലേ അതിനർത്ഥം. പേപ്പർ വായിച്ചപ്പോ നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടുന്നുണ്ടോ? KPCC പ്രസിഡന്റ് കിട്ടാത്ത ശ്രേഷ്ഠമായ പദവി. ഒരു ശ്വാസം കൊണ്ട് പ്രപഞ്ചത്തിലെ സകലത്തെ സൃഷ്ടിച്ചവൻ, ഒരക്ഷരത്തിന്റെ 1/3 കൊണ്ട് മാത്രം നാറ്റം വെച്ചവനെ പുറത്തു കൊണ്ടുവന്നവനാ നമ്മുടെ അകത്ത് വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആ ചൊടിപ്പും ആ ചൈതന്യമൊക്കെ ജീവിതത്തിൽ കാണണം. ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയാണ്, അത് വേറെ കാര്യം. അതൊക്കെ തമ്പുരാൻ വഴി തുറന്ന അതൊക്കെ ചെയ്തോളൂന്നേ. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ബുദ്ധിമുട്ടും പ്രയാസം. പക്ഷെ അകത്തിരിക്കുന്നവൻ ആരാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ചൊടിപ്പുണ്ടാവുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെ പ്രാർത്ഥനയിലൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ അണ്ണനെ അങ്ങ് മാറ്റി നിർത്തണം. അവന്റെ കാര്യം ഇമ്മീഡിയറ്റ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് പറയാൻ വേറെ ഉണ്ടല്ലോ.
പാറയുടെ പിളർപ്പിലും കടുതൂക്കിന്റെ മറവിലിരിക്കുന്ന പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, ഞാൻ നിന്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. അതൊക്കെ ചിന്തിച്ചേ. സ്വോത്രം. മാസാവസാനം ആരംഭമായതുകൊണ്ട് ശമ്പളം കിട്ടി, പകുതി ആകുമ്പോൾ പിന്നെ വെപ്രാളം പിടിക്കുക, അവസാനം ആകുമ്പോൾ എന്തോ ചെയ്യും. 100 കൂട്ടം കാര്യങ്ങളുണ്ട്, ഒന്നും നടന്നുമില്ല. ജോലി കൊണ്ട് ശമ്പളം എന്ന് പറഞ്ഞാലും ഒരു മനസമാധാനം ഇല്ലാതെ പോക്കല്ലേ. സ്തോത്രം. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തുകളെ പുരയൊന്നും നിറയ്ക്കുന്നില്ല, വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും വാനിലെ പറവകൾ പുലരുന്നല്ലോ. സ്തോത്രം. അപ്പൊ അതിനേക്കാൾ എത്രയോ സെറ്ററായിട്ടാ നമ്മളെ കർത്താവ് കണ്ടിരിക്കുന്നേ. നടക്കുമെന്നേ. ഞാൻ മടങ്ങി വരുന്നു. കണ്ടോ, അബ്രാം എന്ന പേരിന്റെ കൂടെ തമ്പുരാൻ തന്റെ ശ്വാസം ആഡ് ചെയ്തു. അതാ ഞാൻ തെളിവാട്ട് 33 സങ്കീർത്തനം 6-ാം വാക്യം, തന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യം ഉളവായി. ആകാശത്തിലും ഭൂമിയുടെ സകലത സൃഷ്ടിക്കാൻ അത് റീക്രിയേഷൻ ആണ്. അതൊക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഇപ്പൊ പറഞ്ഞ ഒന്നും പിടികിട്ടാതെ വരും, കൺഫ്യൂഷൻ ആവുള്ളൂ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇത്രമാത്രം ഓർത്താൽ മതി, ഇതെല്ലാം സൃഷ്ടിക്കാൻ തമ്പുരാന് വേണ്ടി വന്നത് തന്റെ വായിലെ ശ്വാസം മാത്രം. അത് ഉണ്ടാകും. നമ്മൾ കാണുന്നില്ലേ, അത് അവിടെ ഉണ്ടാകട്ടെ, ഇങ്ങനെ ഉണ്ടാകട്ടെ, അത് അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് എന്നും പറഞ്ഞ കർത്താവ് അവിടെ കിടന്ന് വിയർക്കോ കുളിക്കോ ഒന്നും ചെയ്തില്ലെന്നേ. സ്തോത്രം. പ്രപഞ്ചം മുഴുവൻ അവന്റെ മുമ്പിൽ പഞ്ചപുച്ഛ മടക്കി നിൽക്കുന്നിടത്ത് തമ്പുരാൻ കിടന്ന് ബഹളം വെക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ? നിങ്ങൾ ദൈവത്തെ ചെറുതായിട്ട് കാണാതെ പ്രിയരെ, ഇത്ര ശ്രേഷ്ഠനായ ഒരുത്തനെ അനുഭവിച്ചറിയുവാൻ, ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. വിശ്വാസന്റെ യാത്രയാ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. സ്തോത്രം. മനസ്സിലായോ? യാത്ര എങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് ചെല്ലണം. മറക്കരുത്, ഹാരാനി നിൽക്കരുത്, കനാലി ചെല്ലണം. അതെ, പിന്നല്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതും കൂടെ പറയാതിരുന്ന് നോക്കൂ. ലക്ഷ്യബോധം ഉണ്ടല്ലോ, മറക്കരുത്. നമുക്ക് മടങ്ങി വരാം. ഞാൻ നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നു, ഇടയ്ക്ക് നിർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമാണോ അതോ ഇതുകൊണ്ട് നിർത്തുമെന്നും കൂടെ ഒന്ന് അറിയണ്ടേ? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്നെ ഇട്ടേച്ച് പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രൈസ് ഗോഡ്. സ്നേഹം കൊണ്ടാ പ്രിയത, വേറൊന്നും കൊണ്ടും അല്ല. വഴിതെറ്റിക്കുന്ന 100 സന്ദേശങ്ങളുടെ നടുവിൽ പൗലോസ് പറഞ്ഞ വാദ്യം എന്നെ എപ്പോഴും ഇങ്ങനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നൊരു വാക്കാണത്. അവരുടെ ജീവാവസാനമോർത്ത്, ജീവാരംഭം ഓർത്തെന്നല്ല, ജീവാവസാനമോർത്ത്. ഫിനിഷിങ് എങ്ങനായിരുന്നുള്ള വിഷയം. സ്റ്റാർട്ടിങ്ങിനേക്കാൾ ഫിനിഷിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. വളരെ പ്രൗഢിയോടെ സ്റ്റാർട്ട് ചെയ്ത പലർക്കും ഫിനിഷിംഗ് പോലെ എത്താൻ പറ്റാതെ ഡൈവേർട്ട് ചെയ്തു പോയ ചരിത്രം നമ്മുടെ കണ്ണിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപകടം നമുക്ക് പറ്റരുത്. സ്റ്റാർട്ടിങ് അല്പം മോശമാണെങ്കിലും ഫിനിഷിങ് നമുക്ക് കംപ്ലീറ്റ് കൃത്യതയോടെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ സാക്ഷിയെടുത്ത വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുമ്പ് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. അങ്ങനെ ഓടി തികയ്ക്കണം. ഞാൻ മടങ്ങി വരിക. അബ്രാം ഇപ്പോൾ അബ്രഹാം എന്ന പേരിലേക്ക് മാറി, അല്ലേ? സ്തോത്രം. ലോകവുമായിട്ട് യാതൊരു സംബന്ധം ഉണ്ടാവുകയില്ല എന്നും, ലൗകിക ഇച്ഛകളുടെ പുറകെയോ ലോകസ്നേഹത്തിന്റെ പുറകെയോ ജഡത്തിന്റെ ഇച്ഛയുടെ പിന്നാലെ ഓടുകയില്ല എന്നുള്ള തീരുമാനത്തിന്റെ ഒരു എന്താ പറയാ ബാഹ്യപ്രകടനം എന്ന വണ്ണം സർക്കംസിഷൻ, പരിച്ഛേദനയേറ്റ് ദൈവത്തിനോട് നിലകൊള്ളുന്ന അബ്രഹാമിനെ കൂട്ടരെ നമുക്ക് കാണാം. ഞാൻ 1-2 കാര്യോട് വേഗം ഒന്ന് പറയാമേ. 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 18-1. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ മതി ആന്റി, മതി മതി മതി. അങ്ങനെ വായിക്കാൻ വേണം, ചേർക്ക് കൊടുക്കാതെ ദുബൈന്ന് വായിച്ചു. വെരി ഗുഡ്. നോക്കണേ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു.
എനിക്ക് വേറെ ഒന്നുകൂടെ കാര്യം പറയാൻ വേണ്ടിട്ട് അതിലാണ്. അബ്രഹാം ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? കൂടാരവാതുക്കൽ. 19 ഒന്നൊന്ന് വായിച്ചേ. ആ രണ്ട് ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി. ലോത്ത് സോതോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റു. മതി. താങ്ക് യു. ലോത്ത് സോതോം പട്ടണവാതിൽക്കൽ ഇരിക്കുന്നു. അബ്രഹാം കൂടാരവാതിൽക്കൽ ഇരിക്കുന്നു. കണ്ടോ? അതും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അബ്രഹാം എവിടെ ഇരിക്കുന്നത്? കൂടാരവാതിൽക്കൽ. ലോത്ത് ഇരിക്കുന്ന എവിടാ? പട്ടണവാതിൽക്കൽ. രണ്ടുപേരും ഇരിക്കുക, നിൽക്കുകയല്ല, അല്ലേ? രണ്ടുപേരും ഇരിക്കുക, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ രണ്ടുപേരുടെ ഇരിപ്പിന്റെ പൊസിഷനാണ് ഇവിടെ പ്രശ്നം, അല്ല ഇരിക്കുന്ന ഇടം ഒന്ന് കെയർഫുൾ ആകണം. അബ്രഹാം എവിടെ ഇരിക്കുന്നു? കൂടാരവാതിൽക്കൽ. ലോത്ത് പട്ടണവാതിൽക്കൽ എന്ന് പറഞ്ഞാൽ ഹി ബിക്കേം എന്താ പറയാ, അവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റി മെമ്പറോ കൗൺസിലർ മെമ്പറോ ഒക്കെ ആയിട്ടുണ്ട് അദ്ദേഹം. അതുകൊണ്ടാണ് ലോത്ത് ഇപ്പോ പട്ടണവാതിൽക്കൽ പോയി ചുമ്മാ പോയിരിക്കാന്നല്ല. പട്ടണവാതിൽക്കൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ പദവിയുണ്ട്, അവർക്ക് അവരുടെ അവകാശങ്ങളുണ്ട്, റൈറ്റ് ഉണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പെട്ടെന്ന് ഞാൻ പറയാം, ഈ രൂത്തിനെ വീണ്ടെടുക്കാനായിട്ട് ബോസ് തയ്യാറാകുമ്പോൾ രൂത്തിന്റെ പുസ്തകം വായിച്ചു നോക്കണം. പട്ടണവാതിൽക്കൽ ഇരിക്കായിരുന്നു മൂപ്പന്മാരെല്ലാം. അന്നേരം പറഞ്ഞു, ഇങ്ങോട്ട് പാടൂ എന്ന് പറഞ്ഞ് ചാർച്ചക്കാരനെ വിളിച്ച് രൂത്തിനെ വീണ്ടെടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ കണ്ടോ? അപ്പൊ അവരോട് ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കുന്നല്ല, ഒരു കൗൺസിലും കമ്മിറ്റിയും ഒക്കെ കൂടുന്ന മുനിസിപ്പൽ അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർ കാണുന്നത്. അപ്പോൾ ലോത്ത് ഇപ്പോൾ ഈ നീരോട്ടോളം നോക്കി കൂടാരം അടിച്ചടിച്ച് ചെന്ന് പുള്ളി ചെന്നോ. അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാർ പുള്ളിയെ എല്ലാ നിലയും കഴിവുള്ള ആളെന്ന് മനസ്സിലാക്കി ചെറുതായിട്ട് കമ്മിറ്റി കയറി. അങ്ങനെ വലിയ പുള്ളിയായി. ഇപ്പൊ കൗൺസിൽ മെമ്പറും വലിയ ആളും ഒക്കെയായി. ഇരിക്കുന്ന പട്ടണവാതിൽക്കില്ല, മൊത്തം കത്താൻ പോവാ, വേറെ കാര്യം, അത് നമുക്ക് പിന്നെ പറയാം. അബ്രാമോ കൂടാരവാതിൽക്കൽ. അതെന്താ? ആ കൂടാരേ ഉള്ളൂ, അതെന്നെ ഇടപാടാ. തമ്പുരാനുമായിട്ട് നേരിട്ട് ബന്ധമൊക്കെ പുലർത്തിയേച്ച് കൂടാരത്തിനകത്തൊക്കെ താമസിച്ചാൽ മതിയോ? അത്ര സ്റ്റാൻഡേർഡായിട്ടൊക്കെ താമസിക്കണ്ടേ അബ്രോ, അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഒന്നുകൊണ്ട് പേര് ചോദിച്ചു, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. CT സ്റ്റഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു വിട്ടതേ. ആഫ്രിക്കയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയ സറ്റനായ ദേവദാസൻ. CT സ്റ്റഡ് നിങ്ങൾ ഗൂഗിളിലൊക്കെ ചുമ്മാ ഒന്ന് അടിച്ചു നോക്കിയാൽ മതിയല്ലോ, അത് വായിച്ചു നോക്കണം. ഞാൻ ഈ പറഞ്ഞത് ഉള്ളതാണോ അത് ചുമ്മാ കഥയാണോ? CT സ്റ്റഡ് എന്ന മനുഷ്യന്റെ വീട്ടിലുണ്ടായിരുന്നത് 100 മുറികൾ ഉണ്ടായിരുന്ന വീട്, 100 എണ്ണം. അത് വിട്ടേച്ച് പുള്ളി ആഫ്രിക്കയിൽ പോയി കുടില് കെട്ടി അതിനകത്ത് താമസിച്ച് സുവിശേഷ വേല ചെയ്യും. നമ്മൾ പറയും ഭ്രാന്ത്, അല്ലാതെ എന്താ? സ്വോത്രം. നമ്മൾ CT സ്റ്റഡുമാരെ ഒന്നും കണ്ടിട്ടില്ല, നമ്മൾ കാണുകയില്ല. നമ്മൾ കണ്ടതെല്ലാം കുടിൽ നിന്ന് കൊട്ടാരത്തിൽ വന്നവരെ മാത്രമേ ഉള്ളൂ. കൊട്ടാരം വിട്ട സുവിശേഷ നിമിത്തം കുടിലേക്ക് താമസം മാറ്റിയവർ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തോ എനിക്ക് CT സ്റ്റഡിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ആ മനുഷ്യന്റെ ഒക്കെ ദർശനം കാഴ്ചപ്പാട് എന്തായിരുന്നു? സ്തോത്രം. ഞാൻ അവിടെ നിൽക്കുന്നില്ല, മുന്നോട്ട് നീങ്ങുക. അബ്രഹാം ഇപ്പോൾ കൂടാരവാതിൽക്കൽ ഇരിക്കുക. ഈ ദൈവശബ്ദം കേട്ടാൽ കവലെ കിടന്ന് കറങ്ങൊന്നുമില്ല. ചുമ്മാ കവലക്കൊന്നും ഇറങ്ങില്ല, വീട്ടിൽ എത്താതെ ഇരിക്കുന്നേ, അങ്ങനെ ഇറങ്ങിയല്ല. ഇനി വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. ഈ കൂടാരവാതിൽക്കൽ ഇരിക്കുന്ന അബ്രഹാം ചുമ്മാതെ അവിടെ ഇരിക്കുകയല്ലേ. നമുക്ക് 1-2 വാക്യം, 2 വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഞാൻ അത് കഴിഞ്ഞ് വിശദീകരിക്കാം, സമയം വളരെ മുന്നോട്ട് നീങ്ങുന്നു. 10 മിനിറ്റ് കൂടല്ലേ ഉള്ളൂ. ഞാൻ ഒന്ന് ഓങ്ങി വെക്കാം, ബാക്കി നമുക്ക് ദൈവം വെച്ചാൽ അടുത്ത തിങ്കളാഴ്ച നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. 18-ാം അധ്യായത്തിന്റെ 1-2-3-4 വാക്യങ്ങൾ വായിച്ചു. അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി.
വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു. 4-ാമത്തെ വാക്യം വരെ വായിച്ചു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പി. മതി 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 മതി. ഇനി ശ്രദ്ധിക്കണേ, ഇവിടെ അബ്രഹാം കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബ്രഹാം തലപൊക്കി നോക്കിയപ്പോ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അബ്രഹാം എഴുന്നേറ്റു, ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു എന്ന് പറഞ്ഞ കവിണ് വീണെന്നർത്ഥം. ഈ വന്നതാരാന്ന് അബ്രഹാമിനെ അറിയാമല്ലോ, മനസ്സിലായില്ലേ? കണ്ടപ്പോഴേ ചുമ്മാതെ പിരിവിന് വന്നവരല്ലെന്നുള്ള അബ്രഹാമിന് പിടികിട്ടി. നമ്മുടെ വീട്ടിൽ 3 പേര് വന്നപ്പോഴേ നമുക്ക് അന്നേരം റെസിറ്റ് ഉണ്ടെന്ന് കയ്യിലിട്ട് നോക്കും, ഇത് എന്തിന്റെയാന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു വരവല്ലല്ലോ. അതുകൊണ്ട് വന്നതാരാന്ന് ചോദിക്കാതെ തന്നെ അബ്രഹാമിന് പിടികിട്ടി. അതുകൊണ്ടാണ് കവിണ് വീണു നമസ്കരിച്ചിട്ട് പറയുകയാണ്, ഞാൻ അവൾക്ക് ഈ അബ്രഹാമിന്റെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കരമാണ്. നിലം വരെ കുനിഞ്ഞു, യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ ആദ്യനെ കടന്നു പോകരുത്. എന്നോട് സ്നേഹവും കരുണ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നെ ഓവർടേക്ക് ചെയ്ത് നിങ്ങൾ ഒരു കാരണവശാലും പോകാൻ പാടില്ല. കാരണം എന്താ? അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, വൃക്ഷത്തിന്റെ കീഴിരിപ്പി എന്ന് പറഞ്ഞു. എനിക്ക് കുറേയേറെ കാര്യങ്ങളൊക്കെ പറയണം, നിങ്ങൾ ശ്രദ്ധിക്കണേ. അബ്രഹാം ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു, കവിണ് വീണ് കിടന്നെന്ന സ്തോത്രം. അബ്രഹാമിന്റെ ഹോസ്പിറ്റാലിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെ ഈ ഉടമ്പടിയും വാഗ്ദത്തം മാത്രം പ്രാപിച്ചു പോന്നാ പോരാ, ഈ ആതിഥേയ മര്യാദകൾ കൂടെ ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. ഒരാൾ വീട്ടിൽ വന്നാൽ അവരെ സ്വീകരിക്കാനും ഉചിതമാവണ്ണം സ്വീകരിപ്പാൻ, ദൈവനാമത്തിൽ കൈക്കൊണ്ട് സ്വീകരിച്ചവരെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനുള്ള നല്ല മനസ്സ് ഒരു ദൈവ പൈതലിനുണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവർ ഒരു തുള്ളി വെള്ളം പോലും ചോദിച്ചില്ല. ചോദിച്ചോ? ഇല്ല, ഒരു തുള്ളി വെള്ളം പോലും ചോദിച്ചില്ല. ഇതെല്ലാം അങ്ങോട്ട് പറയുക, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നെ കടന്നു പോകരുതേ, ഞാൻ നിങ്ങളുടെ കാര്യം കഴുകാം, ഒരു മുറി അട തരാം, തിന്ന് തൃപ്തരായ ശേഷം നിങ്ങളുടെ വഴിക്ക് പോകാൻ. അടുത്ത വാക്യത്തിൽ ഞാൻ അങ്ങോട്ട് പിന്നെ വരാമെന്ന് ഓർത്ത കേട്ടോ. വന്നവരെ കുടിലിൽ സ്വീകരിക്കാനുള്ള നല്ല മനസ്സ്, അബ്രഹാമിന്റെ ആ നല്ല മനസ്സ് നമ്മൾ കണ്ടേ പറ്റൂ. ഇങ്ങോട്ട് കിട്ടാനല്ല, അങ്ങോട്ട് കൊടുക്കാനാണ് അബ്രഹാം ഈ കാലേ വീണത്. നമ്മൾ വല്ലതും കിട്ടാനാണെങ്കിൽ 6 കാലേ വേണേലും വീഴും. വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ ഏത് കാലയിലും വീഴാൻ നമുക്ക് മടിയില്ല. അബ്രഹാം ഇങ്ങോട്ട് കിട്ടാനല്ല, അങ്ങോട്ട് കൊടുക്കാനാ കാലേ വീണ്. സ്തോത്രം. എന്ന് പറഞ്ഞ ഞാൻ നിങ്ങളുടെ കാല് കഴുകാം, വൃക്ഷത്തിന് കീഴിലിരിപ്പി. പറയുമ്പം എല്ലാം പറയണമല്ലോ. ലോത്തും ആ കാര്യത്തിൽ മിടുക്കനായിരുന്നു കേട്ടോ. അബ്രഹാം എങ്ങനെ വീട്ടിൽ വന്നവരെ സ്വീകരിച്ച് അവരെ ശുശ്രൂഷിച്ചു, അതുപോലെ തന്നെയാ ലോത്തും ചെയ്തത്. പണ്ട് ഒരു ദിവസം പറഞ്ഞ പോലെ വേദോസിലെ പല ദുഷ്ട കഥാപാത്രങ്ങളും നമ്മളെക്കാൾ നല്ലവരാ. നമ്മൾ ലോത്തിനെ ഭയങ്കര മോശമായിട്ടാ കാണുന്നെങ്കിലും ലോത്തിനകത്ത് കുറെ നല്ല ഗുണങ്ങളുണ്ട്. നമ്മളെക്കാൾ എത്രയോ ഡീസന്റാ ലോത്ത്. നിങ്ങളെല്ലാം വായിച്ചു നോക്കിയോ? അതെ, ഞാൻ വായിച്ചു കേൾപ്പിക്കാവേ. 19-ാമത്തെ 1-2 വാക്യം. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി. ലോത്ത് സോതം പട്ടണ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. യജമാന്മാരെ, അടുത്ത വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകൾ കഴുകി രാപാർപ്പീൻ, കാലത്ത് നിങ്ങളുടെ വഴിക്ക് പോകാമെന്ന്
പറഞ്ഞു. കണ്ടോ, അബ്രഹാം ചെയ്ത പോലെ തന്നെയാണ് ലോത്തും ചെയ്തത്. ഞാൻ അത് ആലോചിച്ചപ്പോ അത്ഭുതപ്പെട്ടു പോയി. ദുഷ്ടത്തരം ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഫുൾ ഡീസന്റ് ആയിരുന്നല്ലോ. അത് പറയാതിരിക്കാൻ നോക്കുവോ? സ്തോത്രം. ഞാൻ ആലോചിച്ചപ്പോ ഈ ഒരു കാര്യത്തിൽ എക്സ്ട്രാ ഓർഡിനറി ക്യാരക്ടർ ഒരു വർഗമാണ് മലയാളികൾ. ഒരാൾ വീട്ടിൽ വന്നാൽ അവരുള്ള ആദ്യത്തെ മര്യാദ എങ്ങനെയാ? ചായ ഇടട്ടെ ഇല്ലേ? പാല് വേണോ അതാ കട്ടൻ ചായ മതിയോ? നമ്മൾ വെറുതെ കട്ടൻ ചായ മതി, തേയില ഇട്ട് മതി. അത് ഏത് തേയിലയാ സാധാരണ ഉപയോഗിക്കുന്നത്? ഓ, അത് ഇന്ന തേയില. കടുപ്പം കുറച്ച് വേണോ കടുപ്പം കൂട്ടി വേണോ? വല്ല നിർവാഹം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ എഴുന്നേറ്റില്ലാണ്ട് സ്വോത്രം പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയേക്കും. കർത്താവെ ചായ കുടിച്ചതായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞ അവരെ ഞങ്ങൾക്ക് വെച്ച് പോയാൽ മതി. വേണോ, എടുക്കട്ടെ, തരട്ടെ, ഇതെല്ലാം ചോദിച്ചേച്ച് കൊടുക്കാൻ മിടുക്കരും മലയാളികൾ മാത്രം. സ്വോത്രം. നിങ്ങൾ പല വിദേശ രാജ്യങ്ങൾക്ക് താമസിച്ചവരും ജോലി കിട്ടുള്ളവരൊക്കെ ആണല്ലോ അല്ലേ? ഗൾഫിൽ നല്ല അറബിയുടെ ഒക്കെ കൂടെ ഒക്കെ ചെലവഴിച്ചുള്ളവരൊക്കെ കാണും. അല്ല, അവരുടെ കമ്പനി ജോലി ചെയ്തവരൊക്കെ കാണുമല്ലോ. അവരൊക്കെ എങ്ങനെയാ വല്ലതും വേണോ ചോദിച്ചിട്ടാണ്. എന്തെല്ലാം സാധനം കൊണ്ട് വെച്ചേക്കെന്നറിയാമോ? മധുരമുള്ളത് വേണമെങ്കിൽ അങ്ങനെ, മധുരം വേണ്ടാത്തത് വേണമെങ്കിൽ അങ്ങനെ, ഫ്രൂട്ട്സ് വേണമെങ്കിൽ അങ്ങനെ, നോൺ വെജ് വേണമെങ്കിൽ അങ്ങനെ. ഏതാണ് നിനക്ക് ഇഷ്ടമുള്ളത്? ഏതാ എടുത്തു. നമ്മളാ ചോദിക്കുന്നത്, അത് പാസ് ചെയ്ത് കൂട്ടുവോ? അച്ഛനത് ഇഷ്ടമാണോ? ശാലി എടുക്കട്ടെ, തണുത്തിരിക്കുക, എന്നാലും ഞാൻ ചൂടാക്കണം. നല്ല ഹോസ്പിറ്റാലിറ്റി. സ്തോത്രം. ഞാന് ഒരുപാട് ബ്ലാക്സുമായിട്ട് ഇടപെടേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും കൊണ്ടുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് പോയിട്ടില്ലെങ്കിലും അവിടെയുള്ള ഒത്തിരി ആൾക്കാരെ നമ്മുടെ വീട്ടിൽ വരിക താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ കുടിയിട്ടപ്പോ ഈ അറബികളെക്കാൾ ഹോസ്പിറ്റാലിറ്റിയിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് ഇവരാ, ആഫ്രിക്കൻസ്. എന്റെ ദൈവമേ, കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിലും ഒരാൾ ആ വീട്ടിൽ ചെന്നാൽ 200-300 കിലോമീറ്റർ യാത്ര ചെയ്തായിരിക്കും. നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന ഈ ബോട്ടിൽ വെള്ളമൊക്കെ ഇല്ലേ, അതൊന്നും അവരുടെ ഗ്രാമങ്ങളിലില്ല. അവിടെ കറണ്ടും ഇല്ല, ഇന്റർനെറ്റും ഇല്ല. ഇപ്പോഴും അങ്ങനത്തെ രാജ്യങ്ങളാണ് ബഹുഭൂരിപക്ഷം. ഇപ്പൊ കുപ്പിവെള്ളം അവിടെ കണ്ടിട്ട് പോലും. പക്ഷേ 200-300 കിലോമീറ്റർ യാത്ര ചെയ്ത ആ കുപ്പിവെള്ളം, കൊക്കോകോള, പിന്നെന്താ പെപ്സി, മറ്റു സാധനങ്ങളെ, ഇതൊന്നും ആ ദേശത്തുള്ളവർ അതിന്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ലായിരിക്കും. എങ്കിലും അവിടെ വീട്ടിൽ ചെന്ന ആളുകളെ സ്വീകരിക്കാൻ അവർ കാണിക്കുന്ന ആതിഥേയ മര്യാദ. നമ്മൾ ഒരു കുപ്പി കൊക്കക്കോള മേടിച്ചത് 9 പേർക്ക് കൊടുക്കും. നമ്മൾ തന്നെ ഒഴിച്ചു കൊടുക്കുള്ളൂ, അല്ലാതെ ബോട്ടിൽ കൊണ്ട് വെക്കുന്നില്ല. കാരണം മൊത്തം കൊണ്ട് ഒരാൾക്ക് കുടിച്ചാൽ എന്നാ ചെയ്യും? അതിന് ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസിന്റെ പകുതി, മുക്കാലും പിന്നെ പതയായതുകൊണ്ട് പിന്നെ അറിയത്തുമില്ലല്ലോ. അതാ നമ്മുടെ ആതിഥേയത്വം. എന്നിട്ട് നമ്മുടെ പ്രാർത്ഥന, കർത്താവേ നീ എന്നെ വിശ്വാസിക്ക് 2024 അവസാനിക്കുന്ന മുമ്പ് നീ എന്നെ വിശ്വാസിക്ക് കൊണ്ടുവരണം. ഒരു ഗ്ലാസ് കൊക്കോക്കോള കൊടുക്കാത്ത നിന്നെ ഏത് വിശ്വാസിക്ക് കൊണ്ടുവരാനായിട്ടാണ്? സ്വോത്രം. നമ്മൾ ആദ്യത്തെ കൂടി ഇപ്പൊ നമ്മുടെ സഭയുടെ കൺവെൻഷൻ കേട്ടിട്ടില്ലേ? കോട്ടേജ് മീറ്റിങ്ങിന്റെ ഭക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല, നിർബന്ധമാണെങ്കിൽ ഉള്ള ചായയും 2 ബിസ്ക്കറ്റ് മാത്രം മതി. നമ്മൾ പഠിപ്പിക്കുന്ന ഗ്ലാസ് ചായ നിർബന്ധമാണെങ്കിൽ 2 ബിസ്ക്കറ്റ്. ഇപ്പൊ നിങ്ങളുടെ ചിന്ത, ഷാജി പാസ് എന്തായി പറഞ്ഞു വരുന്നതെന്നുള്ളതല്ലേ? നിങ്ങൾ ആരും പേടിക്കേണ്ട, ഞാൻ ആരുടെ വീട്ടിൽ വരുന്നുമില്ല, തുള്ളി വെള്ളം പോലും തരികയും വേണ്ട. ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഒരാളെ ദൈവനാമത്തിൽ കൈക്കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. സമയം പോയെങ്കിലും ഒറ്റക്കാര്യം ഞാൻ പറയാം, നിങ്ങളോട് നിൽക്കണേ. ഈ ഭാഗം ഞാൻ നിശ്ചയമായിട്ട് തിങ്കളാഴ്ച കൂടെ വിശദീകരിക്കുന്ന ഒറ്റ കാര്യം നിങ്ങൾ ഉറപ്പിക്കാം. ഇവര് പറഞ്ഞു, എതിരൊന്നും ഇവര് പറഞ്ഞില്ല. എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെടുന്ന അറിയാവോ? 312 അഭ്യാസികളും ദാസിദാസന്മാരും ആ വീട്ടിലുണ്ട്. അവരിൽ ഒരെണ്ണത്തെ പോലും ഇവരെ ശുശ്രൂഷിക്കാൻ പറഞ്ഞു വിട്ടില്ല. 3 പേര് വന്നിട്ടുണ്ട്. നിങ്ങൾ അവരുടെ കാര്യം ടേക്ക് ഓവർ ഉണ്ട് കേട്ടോ, ഞാനൊക്കെ ബിസിയാ.
എന്ന് പറഞ്ഞു പോ നിൽക്കാതെ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. അവർ ആയിരിക്കെ നിന്ന്. മനസ്സിലായോ? അല്ല അവരുടെ ഒപ്പം ഇരുന്നേച്ച് അവര് കഴിക്കുന്നതിന് മുമ്പ് 3 പഴം എടുത്ത് തിന്ന് അച്ചാറും നക്കി നോക്കിക്കൊണ്ടിരിക്കുകയല്ല. അവരുടെ അടുത്ത് നിന്നു അബ്രഹാം. അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് പറഞ്ഞു 1 മുറി അട തരാമെന്ന് പറഞ്ഞു. അല്ലേ? അവിടേക്ക് എനിക്ക് കുറേയേറെ പറയാനുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോസ്റ്റ്പോണ്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. പക്ഷെ ഒരു കാര്യം പറയാം. അബ്രഹാം അകത്തി എന്നേച്ച് സാറയുടെ പക്കൽ 3 അടങ്ങഴി മാവ് എടുത്ത് കൊടുത്തു. ഇവിടെ എത്ര പേരുണ്ട്? 3 പേരാ വന്നത് അല്ലേ? സാറയുടെ കയ്യിൽ എത്ര അടങ്ങഴി മാവ് എടുത്തു കൊടുത്തേ? 3 അടങ്ങഴി മാവ് എന്ന് പറഞ്ഞ ഒരാൾക്ക് 1 അടങ്ങഴി മാവിന്റെ അപ്പം ഇത് ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. പബ്ലിക്കിൽ പുള്ളി പരസ്യമായിട്ട് പറഞ്ഞ് 1 മുറി അട തരാമെന്ന്. വായിച്ചു നോക്കണം. പറഞ്ഞപ്പോ 1 മുറി അട കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തപ്പോൾ 3 അടങ്ങഴി മാവ് എടുത്തു കൊടുത്തു. എല്ലാവരുടെ മുഖം അങ്ങ് വാടിയല്ലോ. ഇന്നത്തെ ക്ലാസ്സിന് വരണ്ടായിരുന്നുള്ളത് ആ ചിന്ത അല്ലേ? പബ്ലിക്കിൽ പറഞ്ഞപ്പോൾ 1 മുറി അടയെന്നാ പറഞ്ഞത്. കൊടുത്തപ്പോ 3 അടങ്ങഴി മാവ്. അതും വിശദീകരിക്കണം. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഒറ്റക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓരോ ഇടങ്ങഴി മാവിന്റെ അപ്പം വീതം ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. ഈ ഉപചാരപൂർവ്വം കൈക്കൊണ്ട് സൽക്കരിച്ചതിന്റെ ഗുണം, അബ്രഹാമേ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്റെ മക്കൾ സ്വന്തമല്ലാത്ത ദേശത്ത്, അന്യദേശത്ത് 400 വർഷം അടിമകളായി പാർക്കും. 4ാമത്തെ തലമുറ മടങ്ങി വരൂ എന്നൊക്കെ പറഞ്ഞില്ലേ? യെസ്. അപ്പൊ അവരെ കൂടെ ഒക്കെ കണ്ടോണ്ടാകുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തം. 3 അടങ്ങഴി മാവെടുത്ത് സാറയുടെ കയ്യിൽ കൊടുത്ത് അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരാൾക്ക് 1 അടങ്ങഴി മാവിന്റെ അപ്പം വീതം. അതിന്റെ ഗുണം എന്താണെന്നറിയാമോ? ഓരോ ഇടങ്ങഴി മാവിന്റെ അപ്പം വീതം ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. ചന്ദ്രൻ അന്നേരം അത് നോട്ട് ചെയ്തു. ഇപ്പം പറഞ്ഞത് 1 മുറി അടയാണെങ്കിലും കൊടുത്തപ്പോ ഓരോ ഇടങ്ങഴി മാവിന്റെ അപ്പം ആണല്ലോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രൻ അന്നേരം ഡയറിക്കകത്ത് അത് കുറിച്ചിട്ടു. വർഷങ്ങൾ പലത് കഴിഞ്ഞ് അതിന്റെ 4ാമത്തെ തലമുറ മിസ്രൈമിൽ നിന്ന് മടങ്ങി വരിക. ചെങ്കടകൾ അക്കരെ കയറിയപ്പോൾ മോശയോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ അനൗൺസ് ചെയ്തോളാൻ പറഞ്ഞു. നാളെ നിങ്ങൾ യഹോവയുടെ മഹത്വം കാണും. അനൗൺസ്മെന്റ് അത് പിറ്റേ ദിവസം രാവിലെ ലൈക്ക് എ കോറിയാൻഡർ സീഡ്, മല്ലി പോയൊരു സാധനം ആകാശത്ത് നിന്ന് പൊഴിച്ചിട്ടിരിക്കുന്നു. മന്ന പെറുക്കിയെടുത്തോളാൻ പറഞ്ഞു. എല്ലാവരും പെറുക്കിക്കോ. എത്ര പെറുക്കാം? ഓരോ ഇടങ്ങഴി പെറുക്കിക്കോളാൻ പറഞ്ഞു. അതെന്താ ഓരോ ഇടങ്ങഴി പെറുക്കാൻ പറഞ്ഞത്? വല്യപ്പച്ചൻ കൊടുത്തത് ഓരോ ഇടങ്ങഴിയാ. മനസ്സിലായോ? വല്യപ്പച്ചൻ ഓരോ ഇടങ്ങഴി കൊടുത്തത് കൊണ്ട് കൊച്ചുമക്കളും പെറുക്കുക ഓരോ ഇടങ്ങഴി. വല്ല മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. കണ്ടോ? ഉപദേശത്തിന് നല്ല ടൈമിലേക്ക് വന്നപ്പോഴത്തേക്കിനും 10 മണി കഴിഞ്ഞു. ഏതായാലും ഞാൻ അടുത്ത ആഴ്ച ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. എന്റെ മനസ്സ് തെളിയുള്ളൂ. Praise God. കണ്ടോ? അബ്രഹാം ഓരോ ഇടങ്ങഴി വീതം കൊടുത്തതിന്റെ ഗുണം കൊച്ചുമക്കൾ പെറുക്കുന്നത് കണ്ടോ? അബ്രഹാം ഒറ്റ പ്രാവശ്യമല്ലേ കൊടുത്തുള്ളൂ. മക്കള് പെറുക്കിയത് എത്ര നാളാ? ഒരു നല്ല സ്തോത്രക്കം മനസ്സ് തുറന്ന് പറ ദൈവമക്കളെ. ഒരു ദിവസമോ ഒരാഴ്ചയോ 1 മാസമോ 1 വർഷമോ അല്ല, 40 വർഷം കനാനിൽ എത്തി അവ കൃഷി ചെയ്ത് നിലത്തിലെ ഫലം എടുത്തപ്പോൾ മന്ന നിന്നു. യോശുവയുടെ പുസ്തകം അങ്ങനെ. അതുവരെ അത് മുടങ്ങിയില്ല. നീ 1 പ്രാവശ്യം കൊടുത്തുള്ളൂ. തമ്പുരാൻ 40 വർഷം ആ മരുഭൂമി തലമുറയെ പോച്ചിയത്. ഞാനൊരു കാര്യം തീർച്ചും പറയാം. ദൈവനാമത്തിന്റെ ആത്മാർത്ഥമായി ഒരു നയ പൈസയെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നീയെല്ലാം നിന്റെ തലമുറയ്ക്കും കൂടെ കുയ്യാനുള്ളത് തമ്പുരാൻ മരുഭൂമിയിൽ ഒരുക്കി വെച്ചുള്ള കാര്യം മറന്നു പോകരുത്. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിപ്പിക്കുന്നു. ദൈവമായിട്ട് ഉടമ്പടി ചെയ്തവനെ, അവനുമായിട്ട് തമ്പുരാൻ എഗ്രിമെന്റ് ഉള്ളത്, അവനുമായിട്ട് ദൈവത്തിന് ഉടമ്പടി ഉള്ളത്, അവന്റെ പേരാണ് വലുതാക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഒന്നുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു. നമ്മുടെ പേരിന് കൂടെ തമ്പുരാന്റെ ശബ്ദം ഒന്ന് ആഡ് ചെയ്ത് സ്ഥിതി വ്യത്യാസപ്പെടുത്തുവാൻ, പേര് വലുതാക്കുക, നിർജീവമായിരിക്കുന്നതിന്റെ ജീവനോടെ മടക്കി വരുത്താൻ, ഡെഡായി പോയതിനെ ലൈവ് ആക്കാൻ കഴിയുന്ന ദൈവശക്തി
ഏറ്റെടുപ്പാൻ ദൈവം കൃപയിട്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.